അതൊന്നും ഇല്ലാതെ വന്നത് നിയോഗം തന്നെ ആയിരിക്കാം. ആദ്യം തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തില് അധ്യാപികയായി വന്നതാണ്. അന്ന് ഈ ചെന്നൈ പട്ടണത്തിൽ മലയാളികൾക്ക് ജാതി മത സംഘടനകൾ വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരില് സംഘടനകൾ ഉണ്ടാവുകയും ആ സംഘടനകൾ നടത്തുന്ന പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പത്രങ്ങളിൽ വരികയും കാണുകയും ആയി. കാം ഒരുക്കിയിട്ടുള്ള ഈ സായാഹ്ന വിരുന്ന് എന്തുകൊണ്ടും അർത്ഥവത്താണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് പറയാനും എനിക്ക് മടിയില്ല. കാരണം ഏത് ആഘോഷമാണെങ്കിലും ഏത് ഉത്സവമാണെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാനം മനുഷ്യന്റെ കൂട്ടായ്മയായിരിക്കണം. ജാതിയുടെയോ മതത്തിന്റെയോ കൂട്ടായ്മ ആയിരിക്കരുത്. അവിടെ ഈ പൂക്കളം മാതിരി ഒരു പൂക്കളത്തിൽ പലതരത്തിലുള്ള പൂക്കൾ ചേർന്നുണ്ടാകുന്ന ഒരു പൂക്കളം മാതിരി ആയിരിക്കണം ആ കൂട്ടായ്മ. അവിടെ ഒരു വിവേചനം ഇല്ലാതെ അങ്ങനെയുള്ള ഒരു സംഘടനയുടെ ഈ സമയത്ത് സായാഹ്നത്തിൽ ഇവിടെ നിന്ന് കുറെ നേരം ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവില്ല എന്ന് ആദ്യം തന്നെ പറയുന്നു. നേരത്തെ തന്നെ ഈ സ്വാഗതത്തിൽ പറഞ്ഞു മിതം ച സാരം ച എന്ന്. അതില് ആദ്യത്തെ മിതം ച എന്നുള്ളത് മാത്രമേ ഞാൻ സ്വീകരിക്കാം. സാരം ച എന്നുള്ള രണ്ടാം ഭാഗത്തിലേക്ക് പോവാനൊന്നും ഞാൻ ആയിട്ടില്ല. അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മിതമായിട്ട്, പിന്നെ ബാക്കി വെച്ചുപോയ ഭാഗങ്ങൾ മുഴുവൻ കൂട്ടിച്ചേർക്കാനും ഉള്ള ഒരു സമയമില്ല എന്ന് മാത്രമല്ല, പിന്നെ അങ്ങനെ അത് എടുക്കുന്നത് അനൗചിത്യമാണ് എന്ന് എനിക്കറിയാം. കാരണം കുട്ടികള് ഒരുങ്ങി വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ അറിയുന്നതും കൂടിയാണ്. ഇവിടുത്തെ കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന സമയത്ത് ഒന്ന് വേഗം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾ ഇവിടെ കുറെ നേരം നിന്ന് മുഷിയാനും പാടില്ല. അതുകൊണ്ട് കുറച്ച് കാര്യം മാത്രം ഞാൻ പറഞ്ഞ് നിർത്താം. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാതിരി മനുഷ്യൻ, തീർച്ചയായിട്ടും മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലിയ പദം. വയലാറിനെ സംബന്ധിച്ചും എല്ലാരെ സംബന്ധിച്ചും മനുഷ്യൻ തന്നെയാണ്. ഒരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവിടെ നമ്മള് എല്ലാവരും മനുഷ്യരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ, നീ, അല്ലെങ്കിൽ നിങ്ങൾ അതാണ് ഞാൻ ഇതാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവൻ ഒരുപോലെയാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയായിരുന്നു വയലാറ് മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കവിതയിൽ തന്റെ ആ സാന്നിധ്യം അറിയിച്ചിരുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ നന്മ, മനുഷ്യന്റെ വികാസം, മനുഷ്യന്റെ ശക്തി സ്രോതസ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയം, അല്ലെങ്കിൽ ഉദാത്തമായ ഒരു തലം, ഉദാത്തമായ ഒരു അവസ്ഥ, ആ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് മരണമില്ല എന്ന കവിതയിൽ പറഞ്ഞിരുന്നു വയലാറ്. എനിക്ക് മരണമില്ല എന്ന് പറയുമ്പോൾ അതിലെ ഞാൻ മനുഷ്യനാണ്. എന്നെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല, കൽത്തുറുങ്കിൽ അടയ്ക്കാൻ പറ്റില്ല. അവിടെ നിന്നെല്ലാം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയായിട്ട്, അതാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാൻ അമീബയായി എന്ന്. അമീബയായി വന്നിട്ട് അതിനുശേഷം ജീവന്റെ പരിവർത്തന ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് മനുഷ്യൻ എന്ന ഒരു അവസ്ഥയിൽ എത്തിനിന്ന് മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ആ കവിതയിൽ പറയുന്നത്. എനിക്കു മരണമില്ല. അതുകൊണ്ട് ഈ മനുഷ്യന് മരണമില്ലാതെ അങ്ങനെ സംഭവിച്ചു പോയിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് എന്ന്. അതുകൊണ്ട് തന്നെ കവി പറയും, മനുഷ്യൻ ഞാൻ, എന്നിൽ നിന്ന് ആരംഭിച്ചു മഹത്താം പ്രപഞ്ചത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ എല്ലാം തന്നെ. എന്നിലുണ്ട് ഇന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ, എന്നിലുണ്ട് ഇനിയത്തെ വിടരും സംസ്കാരങ്ങൾ എന്നായിരുന്നു
കവി ഉറക്കെ പറഞ്ഞത്. ഇന്നേ വരെ മനുഷ്യൻ ജീവിച്ചു പോകുന്ന സംസ്കാരത്തിന്റെ എല്ലാം ആകത്തുക മനുഷ്യനാണ്, ഞാൻ തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന കാലത്തിന്റെയും ഞാൻ തന്നെയാണ് ആ സംസ്കാരം എന്ന് ഉറക്കെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു വയലാർ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ മനുഷ്യൻ കൂട്ടുപിടിച്ചത് സയൻസിനെ, ശാസ്ത്രത്തെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശാസ്ത്രത്തെ ഒരിക്കലും വയലാർ നിഷേധിച്ചിരുന്നില്ല. ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നാണ് വയലാർ ഉറക്കെ പറഞ്ഞത്. അത് കരളിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന കൊടിയിൽ പ്രയത്നത്തിന്റെ മുദ്രയാണ് ഉണ്ടായിരിക്കേണ്ടത്. വെച്ചാൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ആ പ്രയത്നം കാണിക്കുന്നത്. കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രയത്നത്തിന്റെ മുദ്രയുള്ള കൊടിയും പിടിച്ച് കരളിൽ സംഗീതവും നിറച്ചുകൊണ്ട് വേണം നമ്മൾ സയൻസിന്റെ കുപ്പായം, കഞ്ചുകം അണിയാനെന്നാണ്. അപ്പോൾ മനസ്സിന്റെ ഈ സംഗീതം എന്ന് പറയുമ്പോൾ വാക്കുകൾ സംഗീതമാകുന്ന കാലം എന്നൊക്കെ നമ്മൾ അലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ട്. ഒരാളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് സംഗീതം പോലെ അനുഭവിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാളുടെ സംസാരം മറ്റൊരാൾക്ക് ഒട്ടും അസഹ്യതയോടെ അല്ലാതെ വളരെ സഹിഷ്ണുതാപൂർവം സംഗീതം ശ്രവിക്കുന്നത് പോലെ കേൾക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല സംഭാഷണം. അപ്പോൾ കരളിൽ, മനസ്സിൽ സംഗീതവുമായിട്ട് പോകുമ്പോൾ നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കാനാവും. എന്നെ പോലെ തന്നെ മറ്റൊരാളെയും എനിക്ക് കാണാനാവും, മനസ്സിലാക്കാനാവും, അറിയാനാവും. ഇങ്ങനെ മനസ്സിലാക്കിയ കവിയായിരുന്നു വയലാർ. ഇവിടെ എനിക്ക് വയലാറിന്റെ ഒപ്പം തന്നെ തോന്നുന്നത് NV കൃഷ്ണവാര്യരെ കൂടിയാണ്. NV പാടിയത് എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം എവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു, എങ്ങെഴുന്നേൽക്കാൻ പിടയും മാനുഷർ അവിടെ ജീവിച്ചിടുന്നു ഞാൻ എന്നാണ്. എവിടെയൊക്കെയാണോ മനുഷ്യന്റെ കൈകളിൽ ചങ്ങല വീഴുന്നത് ആ ചങ്ങല എന്റെ കൈകളിൽ കൂടി വീഴുന്നതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എവിടെയാണോ മനുഷ്യന്റെ പുറത്ത് അടി കിട്ടുന്നത് ആ അടിയുടെ വേദന ഞാനും കൂടെ അറിയുന്നതാണ് എന്ന് അറിയുന്നു. എവിടെയൊക്കെയാണോ മനുഷ്യൻ പിടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ കവിയായിരുന്നു NV കൃഷ്ണവാര്യർ. അതുമാതിരി തന്നെയായിരുന്നു കരളിൽ സംഗീതവുമായി സയൻസാകുന്ന കഞ്ചുകവും അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, കാലമാണ് എന്റെ കുതിര. ആ കാലത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ആൾദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിശ്വാസങ്ങൾ